ഹായ്, അഡ്വഞ്ചർ സ്പോട്ട് ഹണ്ടറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് വേറൊരു അടിപൊളി പ്ലേസുമായിട്ടാണ്. ഇന്ന് നമ്മളുള്ളത് സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം അവിടെയാണുള്ളത്. അപ്പം ഇതെന്ന് പറയുന്ന സ്ഥലം മേപ്പാടിയിൽ നിന്നൊരു 14 കിലോമീറ്റർ അകലെയാണുള്ളത്. ഏകദേശം 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം അറിയുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് സീതമ്മക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി. ഇത് സീതമ്മക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കുള്ള സിപ്പ് ലൈൻ ആണ്. ഇത് വയനാട്ടിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ആണ്. 450 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. ലാസ്റ്റ് ടൈം ഞാൻ പോയതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഹായ്, അപ്പോൾ നമ്മൾ സീതമ്മക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് വരുന്നത്. ഇത് മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിപ്പം മുണ്ടക്കൈ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വഴിയാണ്. വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനും ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇതിലാണ് അങ്ങോട്ട് മുക്കുണ്ട് വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴി. നമ്മൾ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അതാണ് നമ്മുടെ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഞാൻ ഈ ചുറ്റുവശം ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ല തെളിഞ്ഞ വെള്ളം. അതിലാട്ടോ നമ്മൾ ഇറങ്ങി വന്നിരുന്നത്. അടിപൊളി ഒരു വെള്ളച്ചാട്ടം കേട്ടോ, സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ് സംഭവം. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുറച്ച് നമുക്ക് താഴെ വരെ കാണാം. പക്ഷേ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാരണം നമ്മളിതിനകത്ത് ഇറങ്ങുന്നില്ല. കുളിക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ടൈമിൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. നല്ല ആഴമുണ്ട്, സൂപ്പർ പ്ലേസാണ്. ഇപ്പോൾ അവിടെ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിതിനകത്തോടെ ഇറങ്ങുന്നില്ല. അത് പുറത്തുനിന്ന് കാണുന്നേ ഉള്ളൂ.
അപ്പോൾ സീതമ്മക്കുണ്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നമ്മളപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, അടിപൊളി ഡെസ്റ്റിനേഷനായിട്ട്. അപ്പം നമ്മൾ വയനാട്ടിലെ ഒരുവിധം അറിയാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാന്. എല്ലാ സ്ഥലങ്ങളും അല്ല, എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങൾ കാണും, എന്നാലും വയനാട്ടിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് വീണ്ടും കാണാം. ഓക്കെ.